ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കുറച്ച് മുന്തിരി സമ്മാനിച്ചു. പ്രവാചകൻ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അത് പ്രവാചകൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഒരാൾ വന്ന് പ്രവാചകന്റെ മുന്നിൽ കൈനീട്ടി അത് ആവശ്യപ്പെട്ടു. ആര് ചോദിച്ചാലും പ്രവാചകൻ ആരെയും ഒഴിവാക്കാറില്ല. പ്രവാചകൻ ആ ചോദിച്ച മനുഷ്യന്റെ കയ്യിലേക്ക് അത് വെച്ചു കൊടുത്തു. അദ്ദേഹം അത് വാങ്ങിപ്പോയി. ഉസ്മാൻ റളിയല്ലാഹുവിന് ഏറെ സങ്കടമായി. പ്രവാചകൻ അത് കൊടുത്തിട്ട് അത് കഴിക്കാൻ കഴിഞ്ഞില്ല, വേറെ ആളത് വാങ്ങിക്കൊണ്ടുപോയി. ഉസ്മാൻ റളിയല്ലാഹുവിന് വേറെ കുറച്ച് മുന്തിരി കൂടി കൊണ്ടുപോയി പ്രവാചകന്റെ കയ്യിൽ കൊടുത്തു. പ്രവാചകൻ അത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ചോദിച്ച അതേ വ്യക്തി ആദ്യം കിട്ടിയത് എവിടെ മാറ്റിവെച്ചിട്ട് അല്ലെങ്കിൽ അത് കഴിച്ചിട്ട് വീണ്ടും ഒന്ന് പ്രവാചകന്റെ മുന്നിൽ കൈ നീട്ടി. അപ്പോൾ പ്രവാചകൻ അത് ആ മനുഷ്യന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഉസ്മാൻ റളിയല്ലാഹു വീണ്ടും ആ മനുഷ്യന് മൂന്നാം പ്രാവശ്യവും ഇതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു മുന്തിരി കൊണ്ടുപോയി കൊടുത്തു. മൂന്നാമതും പ്രവാചകനോട് ഈ മനുഷ്യൻ വന്ന് അതേ സമയത്ത് ആവശ്യപ്പെട്ടു. പ്രവാചകൻ അപ്പോഴും കൊടുത്തു. നാലാമതും ഇതൊരു ഉസ്മാൻ റളിയല്ലാഹു കൊടുത്തു. നാലാം പ്രാവശ്യം മനുഷ്യൻ വന്ന് കൈ നീട്ടിയപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആ ബാഹ്യൻ എന്താ ഫഖീർ, ഈ മുന്തിരി കച്ചവടക്കാരനാണോ അതോ വിശന്നിട്ട് ചോദിക്കുന്നതാണോ എന്ന് ചോദിച്ചു. കാരണം 3 പ്രാവശ്യം മേടിച്ചുകൊണ്ടുപോയി നാലാമതും വന്ന് കൈനീട്ടാണോ, അത് വിൽക്കാൻ വേണ്ടി മേടിച്ചുകൊണ്ടാണോ അതോ തിന്നാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചത്. ഇത് പ്രവാചകന്റെ ശൈലിയാണ്. ലായവത്തു യദ സാഹിലൻ, ആര് ചോദിച്ചാലും പ്രവാചകൻ ആരെയും ഒഴിവാക്കാറില്ല. ആര് ചോദിച്ചാലും കയ്യിലുള്ളത് കൊടുത്തു. പൊതുവായുള്ളൊരു സ്വഭാവമാണ്. റമദാനിൽ പ്രവാചകൻ പ്രത്യേകിച്ചും കാന അജ്വദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്നു പ്രവാചകൻ. നോമ്പായി കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം ഓരോ ദിവസവും പ്രവാചകന്റെ അടുക്കൽ വരും. അപ്പോൾ പ്രവാചകന്റെ ആ ധർമ്മിഷ്ഠത കൂടിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും അവസാന 10ലേക്ക് കടക്കുമ്പോൾ പ്രവാചകൻ പിന്നെ അരയും തലയും മുറുക്കി എല്ലാ കാര്യങ്ങൾക്കും വിവാദത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്ന ഒരു സമയം. അന്ന് പ്രവാചകന്റെ ജോലി എന്ന് പറഞ്ഞാൽ പ്രധാനമായും ധർമ്മം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്, സദഖ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്കിന്ന് വൈകുന്നേരത്തോടുകൂടി പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ 10 ആരംഭിക്കുകയാണ്. ഇനി നമ്മൾ വളരെ ആവേശപൂർവ്വം ഇറങ്ങേണ്ട ഒരു സമയമാണ്. അവസാന 10 പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. നരകമോചനത്തിന്റെ 10 അവസാന 10. നമുക്ക് നരകത്തിൽ നിന്ന് മോചിതരാകണം, നമുക്ക് സ്വർഗം കിട്ടണം. 2 കാര്യങ്ങൾ പ്രധാനമായി ചെയ്യണം. ഒന്ന് കരയുക എന്നുള്ളത്. കരഞ്ഞ് സ്വർഗം വാങ്ങുക. നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഓർത്ത്, നരകത്തെക്കുറിച്ച് ഓർത്ത് കരഞ്ഞ് പടച്ചുകൊണ്ട് സ്വർഗം മേടിക്കുക. രണ്ടാമത് ചെയ്യേണ്ടത് സദഖ, സക്കാത്ത്, ധർമ്മം ഇതെല്ലാം കൊടുത്തുകൊണ്ട് നരകത്തിൽ നിന്ന് മോചിതരാകുക. ഈ 2 കാര്യങ്ങൾ കാണാൻ വേണ്ടിയാണ് മലക്കുകൾ സത്യത്തിൽ വരുന്നത്. കാരണം അവർക്കിടയിൽ ദാനധർമ്മങ്ങളില്ല, അവർക്കിടയിൽ അവർ പരസ്പരം കരയാറുമില്ല, അവർക്ക് കരയേണ്ടേ ജനിക്കേണ്ട ആവശ്യങ്ങളില്ല. ഈ 2 കാര്യങ്ങൾ മനുഷ്യർ അവസാന 10 അധികമായി ചെയ്യുന്നത് കാണാൻ വേണ്ടിയാണ് മലക്കുകൾ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ധാരാളമായി കരയുക, പടച്ചോനെ ഓർത്ത്, നമ്മുടെ പാപങ്ങളെ ഓർത്ത്, നരകത്തെ ഓർത്ത്. അതോടൊപ്പം തന്നെ നമ്മുടെ സക്കാത്തുകൾ, സദഖകളെല്ലാം ഈ ഒരു 10 നമ്മൾ പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കഴിയുന്നത്ര എല്ലാവർക്കും, ആരെയും ഒഴിവാക്കാതെ എല്ലാവർക്കും കൊടുക്കുക. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിൽ നരകമോചനം നൽകുന്ന യഥാർത്ഥ വിശ്വാസികൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക റബ്ബി ഹംദി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.